ഹലോ, ഞാൻ പ്രിൻസ്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മന്തി ഉണ്ടാക്കാനായിട്ട് നമുക്കിവിടെ കുഴിയൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഉള്ള ഫെസിലിറ്റി വെച്ചിട്ട് എങ്ങനെയാണ് ചിക്കൻ മന്തി ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരിട്ട് കിച്ചണിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ആണ് കേട്ടോ. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന 2 ചിക്കനാണ്. അതിനെ 4 പീസ് ആക്കിയിട്ടുണ്ട്. മല്ലി, കുരുമുളക്, ജീരകം, ഉപ്പ്, കാശ്മീരി ചില്ലി പൗഡർ, വെളുത്തുള്ളി, സാഫ്രോൺ. ഞാൻ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്നിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്യാം. ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വെള്ളം മിക്സ് ചെയ്യാൻ പാടില്ല കേട്ടോ. അടിപൊളി സ്മെല്ലുണ്ട് കേട്ടോ. പൊടിച്ചെടുത്തപ്പോൾ തന്നെ നല്ല സൂപ്പർ സ്മെല്ലാണ്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇത് നല്ലപോലെ എണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല ഗ്രേവി ഭാഗത്തിൽ മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഓക്കെ, ഇതാണ് നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ഉപയോഗിക്കാം. ഏകദേശം നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ചിക്കൻ എല്ലാം വരിഞ്ഞു കൊടുക്കാം. കാരണം നമുക്ക് കഴിക്കുമ്പോൾ ചിക്കൻ എല്ലാ ഭാഗത്തേക്കും നല്ലോണം മസാല പിടിച്ചാലേ നമുക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നല്ലോണം വരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മസാല പുരട്ടിയെടുക്കുക. ജസ്റ്റ് കഴുകി എടുത്തു വെക്കുന്നേ ഉള്ളൂ. അതിൽ വെള്ളത്തിൽ ഒഴിച്ച് സോക്ക് ചെയ്ത് വെക്കുന്നില്ല കേട്ടോ. ആ എണ്ണയിൽ തന്നെ നല്ലോണം കൂടെ വരട്ടിയെടുക്കാം. അടി പിടിക്കാതെ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന 2 വലിയ കപ്പ് ബാസ്മതി റൈസ് ആണ് കേട്ടോ. അതിനനുസരിച്ച് 4 കപ്പ് വെള്ളമാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ടേസ്റ്റിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ആദ്യം ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം വീണ്ടും ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക്
അലുമിനിയം ഫോയിൽ വെച്ചിട്ട് മൂടാം. അപ്പോൾ ഇവിടുന്ന് തുടങ്ങി എല്ലാവരും ശ്രദ്ധിക്കുക, നമുക്ക് 2 ലെയറായിട്ട് അലുമിനിയം ഫോയിൽ വെക്കണം. ഓക്കെ, നല്ലോണം എയർ ടൈറ്റ് ചെയ്തിട്ടാണ് വെക്കേണ്ടത് അലുമിനിയം ഫോയിൽ. എന്നിട്ട് നമുക്ക് ഇതിന്റെ നടുവെ ഓലിട്ട് കൊടുക്കണം. ഓക്കെ, ഇതിന്റെ മേലെയാണ് നമ്മൾ മന്തി ചിക്കൻ വെക്കുന്നത്. ഓക്കെ ഗൈസ്, ഒരു ലെയർ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത ലെയറും കൂടി ഇടണം. നല്ലോണം ഇട്ടാലേ നമുക്ക് 4 ചിക്കൻ്റെ എന്ന് പറഞ്ഞാൽ 2 ചിക്കൻ 4 പീസ് വെക്കണമാവും. അതിന്റെ വെയിറ്റ് ഈ അലുമിനിയം ഫോയിൽ വെയിറ്റ് താങ്ങണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 ലെയറായിട്ട് വെക്കുന്നത്. ഏകദേശം നല്ല എയർ ടൈറ്റ് ആയിട്ടുണ്ട്. വെയിറ്റ് ഒക്കെ താങ്ങുന്നുണ്ട്. ഞാൻ കൈ വെച്ച് നോക്കുമ്പോൾ നല്ല അത്യാവശ്യം വെയിറ്റ് താങ്ങാനുള്ള ശേഷി അലുമിനിയം ഫോയിലിനുണ്ട്. ഇനി നമുക്ക് ഈ ഫോയിൽ ഓലിട്ട് കൊടുക്കാം. ഓക്കെ, ചുറ്റും ഓലിടണം. നല്ലപോലെ നമുക്ക് ഓലിടാനുള്ള ഒരു സ്റ്റിക്ക് ഉണ്ട്. ആ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാൻ ഓലിടുന്നത്. നല്ലോണം എല്ലായിടത്തും ഓലിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ മേലെ പതക്കനെ ചിക്കൻ എടുത്ത് വെക്കാം. നാല് പീസും ചിക്കനും നല്ലപോലെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ നല്ലോണം എയർ ടൈറ്റ് ആക്കിയിട്ട് അലുമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ട് മൂടണം. ഞാൻ 3 ലെയർ അലുമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ട് നല്ലോണം എയർ ടൈറ്റ് ആക്കി ക്ലോസ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിക്കാം. 45 മിനിറ്റ് ആയിട്ടുണ്ട്. എന്തായാലും നല്ലോണം എയർ ടൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അലുമിനിയം ഫോയിലൊക്കെ കാണാൻ പൊങ്ങിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് പതുക്കനെ ഓപ്പൺ ചെയ്ത് നോക്കാം ചിക്കൻ്റെ അവസ്ഥ എന്തായെന്ന് നമുക്ക് നോക്കണ്ടേ. ഓക്കെ, പതുക്കനെ ഓപ്പൺ ചെയ്യാം. ഞാനും എക്സൈറ്റഡ് ആണ്, കാരണം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ ഒരു പരിപാടി ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടില്ല കേട്ടോ. ആദ്യത്തെ ലെയർ എടുത്തപ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ല് അടിക്കുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ്. രണ്ടാമത്തെ ലെയർ ഒന്ന് എടുത്ത് നോക്കട്ടെ. ഇതിന്റെ അടിയിലാണെന്ന് തോന്നുന്നു ചിക്കൻ ഇരിക്കുന്നത്. മൂന്നാമത്തെ ലെയർ എടുത്തു. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയായിട്ട് സ്മെല്ല് വരുന്നുണ്ട്. ചിക്കൻ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ എല്ല് മാത്രമായിട്ട് ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. എനിവേ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. എൻ്റെ പ്രതീക്ഷയിലും അപ്പുറമായിട്ട് സംഭവം റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാൻ അടിപൊളി എക്സൈറ്റഡ് ആണ് ഗൈസ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ ഒരു വേവ് കണ്ടോ നിങ്ങൾ? ഒരു രക്ഷയില്ലാത്ത വേവാണ് കേട്ടോ. ഇങ്ങനെയാണ് മന്തി ഉണ്ടാക്കിയെടുക്കുക. എത്ര എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കി നോക്കൂ. ഇനി നമുക്കിത് ചിക്കൻ എടുത്തിട്ട് നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് എടുത്തു വയ്ക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ മന്തി റൈസ് എങ്ങനെ ആയിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഒരക്ഷയിൽ അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാവും. തുറക്കുമ്പോൾ തന്നെ നല്ല ആവി പറക്കുന്നു, നല്ല സ്മെല്ല് വരുന്നു. എൻ്റെ അമ്മ ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നു. എനിവേ, തുറന്നു നോക്കാം, നിങ്ങൾക്കും കാണാം. നോക്കൂ, ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. വാവ് ഗൈസ്, ഈ എന്ത് സൂപ്പറായിട്ട് വെന്തേക്കണേന്ന് നോക്കൂ. നമുക്ക് ആ നാരങ്ങയൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കാം.
പൂ പോലെയാണ് വന്നേക്കണത് ഗൈസ്, പൂ പോലെ. കറക്റ്റ് വെള്ളത്തിന്റെ അളവൊക്കെ കറക്റ്റാണ്, അതിലൊരു വ്യത്യാസം വന്നിട്ടില്ല. കണ്ടോ എന്ത് നല്ലപോലെ വെന്ത് കിട്ടിയേക്കണ നോക്കാരി. നമുക്കിനി കുത്തി ഇളക്കാതെ പതക്കനെ സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ലെയർ ബൈ ലെയർ എടുത്ത് ഇങ്ങനെ വിതിരിയിടണം. ഓക്കെ, എന്നാലാണ് നമുക്ക് ചിക്കന്റെ ഗ്രേവി എല്ലായിടത്തും മിക്സ് ആവത്തുള്ളൂ. ആവിയിൽ വെന്ത ചിക്കന്റെ ഗ്രേവി താഴേക്ക് ചോറിലേക്ക് വീണിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ടേസ്റ്റ് എല്ലായിടത്തും കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കിയെടുക്കേണ്ടത്. പതുക്കനെ ഇളക്കിയെടുക്കണം. അത്യാഗ്രഹം കാണിച്ചുകൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് പോകും കേട്ടോ. പതുക്കനെ ഇളക്കിയെടുത്താലേ നമുക്ക് സാവധാനം നല്ല ടേസ്റ്റോടെ കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മന്തി റൈസ്. ഓക്കെ, ഇനി നമുക്ക് 4 പീസ് ചിക്കൻ എടുത്തിട്ട് ഇതിന്റെ സൈഡിൽ കൂടെ വെക്കാം. നടുക്ക് ചെറുതായിട്ടൊരു ഗ്യാപ്പ് വിടാം. ഓക്കെ, നമുക്ക് സ്മോക്ക് ചെയ്യിപ്പിക്കണം. ഓക്കെ, എന്നാലാണ് ആ മന്തിയുടെ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, 4 സൈഡിലും 4 പീസ് ചിക്കൻ വെച്ച് കഴിഞ്ഞാൽ ഫില്ലായി. ഇനി നമുക്ക് ആ 2 നാരങ്ങ എടുത്തിട്ട് 2 സൈഡിലേക്ക് വെക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് നല്ലോണം സ്മോക്ക് ചെയ്യിപ്പിക്കണം. ഞാൻ ഒരു കരിക്കട്ട ഇട്ടിട്ടുണ്ട്, അതിൽ കുറച്ച് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. നല്ല സ്മോക്ക് വരുന്നുണ്ട്. നല്ലോണം മൂടി വെക്കാം. ഓക്കെ, ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് മൂടി വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡി. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ മന്തി ചിക്കൻ. നല്ല അടിപൊളിയായിട്ട് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ വിനിക്കും മോൾക്കും കൊടുക്കാം. അവരെന്ത് പറയുന്നു നോക്കാം. ഓക്കെ, നല്ലോണം വെന്തുണ്ടോ കുഞ്ഞു? എങ്ങനെയുണ്ട്? മിണ്ടല്ലേ മിണ്ട. അപ്പൊ ശരി. അപ്പോ നിങ്ങളെല്ലാം കണ്ടില്ലേ നമ്മൾ ഉണ്ടാക്കിയ മന്തി. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇങ്ങനത്തെ എന്താ പറയുക, ഇങ്ങനത്തെ ഭക്ഷണമൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കണം. ഉണ്ടാക്കി അതിനെ കുറിച്ചുള്ള അഭിപ്രായം എൻ്റെ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് അറിയിപ്പിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ദിസ് ഇസ് ഫ്രണ്ട്സ് ഫ്രം ഇവ മീഡിയ സൈനിങ് ഓഫ്.